Hi everyone, welcome back to Chinese Taste Buds. ഇന്ന് ഞാൻ റൂഹഫ്സ സിറപ്പിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. റൂഹഫ്സ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ വീട്ടിൽ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിനു മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. അതിൻ്റെ കൂടെ തന്നെ ബെൽ ഐക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. എന്നാലേ എൻ്റെ പുതിയ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ഉടനെ തന്നെ കിട്ടുകയുള്ളൂ. റൂഹഫ്സ തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു പാനിലേക്ക് ആദ്യം തന്നെ 2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. ഈ റൂഹഫ്സ സിറപ്പ് നമുക്ക് ചൂട് സമയത്തൊക്കെ നല്ലൊരു ഡ്രിങ്കാണിത്. ഈ പഞ്ചസാരയിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. പഞ്ചസാര എടുത്ത അതേ കപ്പിൽ തന്നെ വേണം, അതേ അളവിൽ 1 കപ്പ് വെള്ളമാണ് എടുക്കേണ്ടത്. ഇതൊന്ന് നമുക്ക് അടുപ്പിൽ വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. പഞ്ചസാര നന്നായിട്ട് മെൽറ്റായി വരണം. ഈ റൂഹഫ്സ സിറപ്പൊക്കെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുമ്പോൾ വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ളതാണ്. ഇത് നമുക്ക് വീട്ടിൽ തയ്യാറാക്കി വെച്ചാൽ ഇപ്പോൾ ഇഫ്താറിനാണെങ്കിലും ഒക്കെ വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്ന ഒരു ഡ്രിങ്കാണ്. ചൂട് സമയത്താണെങ്കിലും നല്ലൊരു ഡ്രിങ്കാണിത്. പഞ്ചസാര നന്നായിട്ട് മെൽറ്റ് ആവുന്നത് വരെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഒരുവിധം മെൽറ്റായി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ലൈം ജ്യൂസ് ചേർത്ത് കൊടുക്കാം. ലൈം ജ്യൂസ് ചേർക്കുമ്പോൾ നാരങ്ങയുടെ കുരു ഇല്ലാതെ എടുക്കാൻ ശ്രദ്ധിക്കണം. 1 ടേബിൾ സ്പൂൺ നാരങ്ങ ജ്യൂസാണ് ഒഴിച്ചിരിക്കുന്നത്. ഇനി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ റോസ് വാട്ടർ നമുക്ക് ഷോപ്പിൽ നിന്നെല്ലാം വാങ്ങിക്കാൻ കിട്ടും. റോസ് വാട്ടർ 2 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നമ്മൾ റോസ് മിൽക്ക് തയ്യാറാക്കാൻ, ഫലൂഡ തയ്യാറാക്കാനൊക്കെ നല്ല ഒരു സിറപ്പാണിത്. ഐസ്ക്രീമിന് കൂടെ ഗാർണിഷ് ചെയ്യാനും ഒക്കെ നല്ല ഒരു ഐറ്റമാണ്. ഇത് നന്നായിട്ട് തിളച്ച് വരുന്നത് വരെ വെയിറ്റ് ചെയ്യണം. നന്നായി തിളച്ച് വരുമ്പോഴേക്കും ഇതിലേക്ക് 1 കപ്പ് നല്ല തിളച്ച വെള്ളം നമ്മൾ വേറെ തിളപ്പിച്ചെടുത്ത വെള്ളം 1 കപ്പ് ഇതിലേക്ക് കുറേശ്ശെ ആഡ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യാനും ശ്രദ്ധിക്കണം. നമ്മുടെ ഈ ഷുഗർ സിറപ്പ് ഒരുപാട് കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഈ തിളച്ചുകൊണ്ടിരിക്കുന്ന ഷുഗർ സിറപ്പിലേക്ക് 1 കപ്പ് തിളച്ച വെള്ളം തന്നെ വേറെ തിളപ്പിച്ചെടുത്ത ചൂടുവെള്ളം ഇതിലേക്ക് കുറേശ്ശെ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. എന്നാലേ അതിൻ്റെ കറക്റ്റ് ആ ഒരു കൺസിസ്റ്റൻസി നമുക്ക് കിട്ടുകയുള്ളൂ. അതിനുവേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഒരു 1/4 ടീസ്പൂൺ റോസ് എസൻസ് ചേർത്ത് കൊടുക്കാം. ഇത് റോസ് മിക്സ് ഷോപ്പിൽ നിന്നെല്ലാം വാങ്ങിക്കാൻ കിട്ടും. ഒരു റോസിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയാണ്. റോസ് മിക്സ് ഒരു 1/4 ടീസ്പൂൺ കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഇതിൽ വേണ്ട ഇൻഗ്രീഡിയൻ്റ് എന്ന് വെച്ചാൽ ഫുഡ് കളറാണ്. അത് റെഡ് ഫുഡ് കളർ തന്നെ വാങ്ങിക്കാൻ ശ്രദ്ധിക്കണം. റെഡ് ഫുഡ് കളർ ഒരു 1/4 ടീസ്പൂൺ വരെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് ആ ഒരു റൂഹഫ്സയുടെ നല്ല ഒരു റെഡിഷ് കളർ കിട്ടാൻ വേണ്ടിയാണ്. ഇതും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇത് നമുക്ക് ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ടൊന്ന് ബോയിൽ ചെയ്തെടുക്കണം. ഫുഡ് കളർ പോരെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം. ഇത് ഈ റോസ് സിറപ്പ് തയ്യാറാക്കി വെച്ചാലും നമ്മൾ ഡ്രിങ്ക്സ് തയ്യാറാക്കുമ്പോൾ വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്തിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഫുഡ് കളർ അധികം ചേർത്താലും കുഴപ്പമില്ല. ഇത് ലോ ഫ്ലെയിമിൽ കുറച്ച് നേരം വരെ നന്നായിട്ട് ബോയിൽ ചെയ്യണം. നമുക്ക് നല്ലൊരു തിക്ക് സിറപ്പ് കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് വരെ ഇങ്ങനെ ബോയിൽ ചെയ്യുന്നത്.
10 മിനിറ്റിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിനി ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കണം. ചൂടാറുമ്പോഴേക്കും കുറച്ചുകൂടെ നല്ലൊരു തിക്ക് കൺസിസ്റ്റൻസി ആയിക്കോളും. ഇത് ചൂടെല്ലാം നന്നായിട്ട് മാറിയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു ബോട്ടിലിലേക്ക് ഒഴിച്ച് സൂക്ഷിച്ചു വെക്കാം. നമുക്ക് ബോട്ടിലിൽ ഒഴിച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ റൂഹഫ്സ ഇവിടെ തയ്യാറായി കഴിഞ്ഞു. എനിക്കിവിടെ ഒരു ബോട്ടിലും പാനിൽ കുറച്ചുകൂടെ ബാക്കിയുണ്ട്. ഇത് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെക്കാവുന്നതാണ്. പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വരുമ്പോൾ ഡ്രിങ്ക്സ് തയ്യാറാക്കാൻ എളുപ്പമാണ്. ഇനി നമുക്ക് റൂഹഫ്സയുടെ ഡ്രിങ്ക് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതൊരു സിമ്പിൾ ഡ്രിങ്കാണ് ഞാനിവിടെ കാണിക്കുന്നത്. ഒരു ഗ്ലാസ്സിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് റൂഹഫ്സ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. റൂഹഫ്സ സിറപ്പ് ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച് ചേർക്കാം. മധുരം കൂടുതൽ വേണമെങ്കിൽ കുറച്ചുകൂടെ ഇതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്യാം. ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ വരെ റൂഹഫ്സ സിറപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് ഞാൻ പ്രത്യേകം വേറെ മധുരം ചേർക്കുന്നില്ല, പഞ്ചസാര വേറെ ചേർക്കുന്നില്ല. ഇനി ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂണോളം ലൈം ജ്യൂസ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നല്ല തണുത്ത വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു ഐറ്റം ആണിത്. ഈ സിറപ്പ് നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ചാൽ പെട്ടെന്നൊരു ഗസ്റ്റ് വരുമ്പോൾ നമുക്ക് നല്ലൊരു ഡ്രിങ്ക് തന്നെ തയ്യാറാക്കി കൊടുക്കാം. ഇത് മധുരം ആവശ്യമാണെങ്കിൽ കുറച്ചുകൂടെ പഞ്ചസാര ചേർക്കാം, അല്ലെങ്കിൽ കുറച്ചുകൂടെ സിറപ്പ് ചേർത്താലും മതി. അപ്പോൾ നമ്മുടെ റൂഹഫ്സ ഡ്രിങ്കും റൂഹഫ്സ സിറപ്പ് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ചൂട് സമയത്തൊക്കെ നല്ലൊരു ഡ്രിങ്കാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് എനിക്ക് കമൻറ്റ് ചെയ്യണം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. Thanks for watching my channel.